നമ്മൾ ട്രിവാൻഡ്രംകാരുടെ സ്വന്തം വെട്ടുകാട് പള്ളിയിലെ ഫീസ്റ്റ് കാണാനായിട്ട് ഞങ്ങൾ ഈ രാത്രി ഇറങ്ങി തിരിച്ചതിന്റെ സ്റ്റോറിയാണ് ഇന്നത്തത്. പക്ഷെ ഭയങ്കര ബ്രീഫ്ലി ഒന്നും പറയാനില്ല കേട്ടോ. ഒരു കുട്ടി സ്റ്റോറി. എന്റെ ചേട്ടൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചിന്നുവിന്റെയും സുരേഷേട്ടന്റെയും ചിന്നുവിന്റെ സ്വന്തം ബിബിൻചേട്ടന്റെയും കൂടെ ആയിരുന്നു യാത്ര. വെട്ടുകാട് പള്ളി ട്രിവാൻഡ്രംകാരോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നെക്കാൾ നന്നായിട്ട് വെട്ടുകാട് ചേർച്ചിനെ കുറിച്ച് അറിയുന്നവരായിരിക്കും നമ്മളിൽ പലരും. അന്യനാട്ടിലുള്ളവർക്കാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് ചേർച്ചസിൽ ഒന്നാണ്. ഒരുപാട് ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു കിടക്കുന്ന ചേർച്ച്. അടുത്ത് തന്നെ ഒരു സീയും ഉണ്ട്, നമുക്ക് ബീച്ചും എൻജോയ് ചെയ്യാൻ പറ്റും. അതേപോലത്തെ ഒരു വൈബുള്ള ഒരു സ്ഥലമാണ് വെട്ടുകാട് ചേർച്ച്. എല്ലാ പ്രാവശ്യവും ഫീസ്റ്റ് കാണാൻ എൻ്റെ കൂടെ ചേട്ടൻ ഉണ്ടാവാറുണ്ട്. ഈ ലൈറ്റ്സിനെ കുറിച്ചും ഇതിന് നമ്മുടെ ഫീറ്റ്സിന് പോകുമ്പോൾ ഉള്ള ഓരോ മൂഡും അതൊക്കെ ചേട്ടൻ കൂടെ ഉള്ളപ്പോഴാണ് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യാറുള്ളത്. ഞങ്ങൾ 4 പേര് ചേർന്ന പ്രത്യേക വൈബാണ്. അത് നിങ്ങൾ വീഡിയോസ് കാണുമ്പോഴും മനസ്സിലാക്കാറുണ്ടല്ലോ. ഒരു 500 മീറ്റേഴ്സ് ഇപ്പുറത്താണ് കാറ് പാർക്ക് ചെയ്യാൻ പറ്റിയത്. കുറച്ച് ദൂരമെങ്കിലും നടക്കണമല്ലോ. മനപ്പൂർവ്വമല്ല കേട്ടോ, നല്ല ബ്ലോക്കായിരുന്നു. കാറ് പാർക്ക് ചെയ്ത് ഞാനും ചിന്നുവും കൂടെ കഥയൊക്കെ പറഞ്ഞ് ചേർച്ചിലോട്ടുള്ള നടത്തമാണിത്. ചേർച്ചിന്റെ കുറച്ചടുത്ത് ദൂരത്തേന്നേ ഞങ്ങൾക്ക് ലൈറ്റ്സ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പുഴപ്പേ ചേർച്ചിന്റെ ലൈറ്റ്സ് ഒക്കെ നമുക്ക് ദൂരെ നിന്ന് കാണാമായിരുന്നു. പറഞ്ഞില്ലേ, 500 മീറ്റേഴ്സ് എവേയാ കാറ് നിർത്തിയത്. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. ഒരുപാട് തിരക്കുമല്ല, അത്രയ്ക്ക് തിരക്കില്ലാന്നും പറയാൻ പറ്റില്ല. നല്ലൊരു ആംബിയൻസിന്റെ ഇടയ്ക്കൂടെ ഞങ്ങൾ ചേർച്ചിലേക്ക് എത്തി. ചേർച്ചിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് പരിചയമുള്ള ഫേസസ് ഒക്കെ കാണാൻ പറ്റും. കാരണം ട്രിവാൻഡ്രത്തുള്ള മിക്കവരും വെട്ടുകാട് ചേർച്ചിന്റെ ഫീസ്റ്റ് കാണാൻ വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതൊരു പ്രത്യേക മൂഡാണ്. നമ്മളുടെ ഉത്സവ സീസണൊക്കെ കഴിഞ്ഞൊരു ഫീസ്റ്റാണ് ഫസ്റ്റ് തുടങ്ങുന്നത് ട്രിവാൻഡ്രത്ത്. അത് കാരണം തന്നെ ആവശ്യത്തിലധികം തിരക്കുണ്ടായിരുന്നു. അവിടെ പിന്നെ കുറച്ച് സ്റ്റോൾസ് ഒക്കെ ഉണ്ടായിരുന്നു. എപ്പോഴും ഞങ്ങൾ ഫസ്റ്റ് ചൂസ് ചെയ്യുന്നത് ഐസ്ക്രീമാണ്. അതേപോലെ തന്നെ ഐസ്ക്രീമും മേടിച്ച് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് കുറച്ച് കഥയൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഫെസ്റ്റിവൽ മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആംബിയൻസ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, തൊട്ടടുത്ത് തന്നെ ബീച്ചുള്ളതുകൊണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് വെട്ടുകാട് വരുമ്പോൾ തന്നെ. ഇതാണ് ചേർച്ചിന്റെ ഫുൾ വ്യൂ. നല്ലൊരു ലൈറ്റ്സ് ഒക്കെ വരുമ്പോഴത്തേക്കും ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു. ചേർച്ച് ലൈറ്റ്സ് ഇല്ലെങ്കിലും കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. ഒരുപാട് നേരം ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല, പോയപ്പോഴേ ലേറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞ് കുറച്ചു നേരം അവിടെ നിന്നിട്ട് തിരിച്ചും വന്നു. ഓക്കെ, താങ്ക് യു.